ഉത്ഥിതനാഥൻ്റെ സന്തോഷത്തിൽ രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 36 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ 12 ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാമതായി, മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായി ഉത്ഥിതനാഥൻ മനുഷ്യർക്ക് ബോധ്യമാകുന്നു. മരണത്തിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റ ക്രിസ്തുനാഥൻ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ കടന്നുപോവുകയാണ്. ഉത്ഥാനം ബോധ്യപ്പെടുത്തലും ബോധ്യപ്പെടലുമാണ്. നഷ്ടബോധത്തിൻ്റെ കല്ലറയിലേക്ക് നിബദിച്ചുപോയ ശിഷ്യഗണം ക്രിസ്തുവിനെ ക്രിസ്തുവായി തന്നെ അവരിൽ ഒരുവനായി ജീവിച്ച ക്രിസ്തുവായി കാണുന്നു. ക്രിസ്തുനാഥൻ ഒരു അശരീരിയായല്ല, ഒരു ദൈവദൂതനെ പോലെയല്ല, ദൈവഭാവത്തോടെയുമല്ല അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. മറിച്ച് എപ്രകാരമായിരുന്നു ക്രിസ്തു അവരോട് ഒപ്പം ജീവിച്ചത്, അതുപോലെ തന്നെ ഇന്നും കർത്താവ് ഉത്ഥാനത്തിന് ശേഷവും അവരോട് സംസാരിക്കുന്നു. അത് ബോധ്യപ്പെടുത്തുവാൻ യേശു അവർക്ക് തന്നെ സ്പർശിച്ചു നോക്കുവാൻ അനുവാദം നൽകുന്നു. പക്ഷേ അവർ ഭയപ്പെട്ട് മാറി നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു, എനിക്കുള്ളതുപോലെ ശരീരവും രക്തവും മാംസവും പിശാചിനില്ലല്ലോ. കർത്താവ് അവരെ ആശ്വസിപ്പിക്കാനല്ല, ബോധ്യപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. സുവിശേഷ ദൗത്യം കൊണ്ടാടുവാൻ ക്രിസ്തു ചൈതന്യത്തിൻ്റെ പുതിയ കൂട്ടായ്മയായി യേശുനാഥൻ തൻ്റെ ശിഷ്യരെ രൂപപ്പെടുത്തുകയാണ്. ഇതാണ് രണ്ടാം തലം. പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിവരലും അപ്പോസ്തല പ്രവർത്തനം 1-2 അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിജാതിയരുടെ മേലുള്ള പരിശുദ്ധാത്മ ദൗത്യത്തിൻ്റെയും ശിഷ്യന്മാരുടെ മേലുള്ള യേശുവിൻ്റെ വ്യക്തിപരമായ അഭിഷേകത്തിൻ്റെയും തലത്തിലൂടെ ഉത്ഥിതനാഥൻ അവരെ നയിക്കുകയായിരുന്നു. ക്രിസ്തുവിലൂടെ സുവിശേഷ ദൗത്യത്തിൻ്റെ ഒരു പുതിയ ചൈതന്യം, ഒരു ഉത്ഥിത ചൈതന്യം അവിടെ രൂപപ്പെടുകയായിരുന്നു. വചനം പറയും, എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഉത്ഥിതനാഥൻ അത്ഭുതത്തിലേക്കല്ല അവരെ കൊണ്ടുവരുന്നത്, വിശ്വാസത്തിലേക്കാണ്. യേശുവിന് അവരിൽ നിന്നും യഥാർത്ഥമായ പൂർണ്ണ വിശ്വാസം ആവശ്യമായിരുന്നു. ഉത്ഥിതനാഥൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ഇതാ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാനല്ല, അവരുടെ വിശ്വാസം ഇതാ ഞാൻ എടുത്തുയർത്തിയിരിക്കുന്നു എന്ന് അനുഭവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒടുവിലായുള്ള 2 തലങ്ങൾ ഇപ്രകാരമാണ്. 1, അപ്പോൾ ഒരിരമ്പൽ പോലെ ഒരു വലിയ സന്തോഷം അവരിലൂടെ കടന്നുപോയി. എന്നാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ അത്രയ്ക്ക് സന്തോഷവാന്മാർ ആയിരുന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 22 അധ്യായത്തിൽ ദുഃഖത്തിൽ അവർ നിദ്രാവിഹീനരായിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സന്തോഷത്തിൽ അവർ അവിശ്വാസികളായി നിലകൊണ്ടു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷമുണ്ടെങ്കിലും അവിശ്വാസം കടന്നു വരാം എന്ന സത്യം കർത്താവ് നമ്മെ അറിയിക്കുകയാണ്. സന്തോഷത്തെക്കാൾ വലുതാണ് നീ വിശ്വസിക്കുക എന്ന യാഥാർത്ഥ്യം. 2, നിങ്ങളുടെ കൈവശം ആഹാരം വല്ലതും ഉണ്ടോ? ക്രിസ്തു തൻ്റെ ആത്മീയ ശരീരത്തിൻ്റെ ഭാവവും യാഥാർത്ഥ്യവും വെളിവാക്കുന്നു. ഭക്ഷിക്കുക വഴി ഉത്ഥിതൻ്റെ സാന്നിധ്യത്താൽ ശിഷ്യന്മാർ വീണ്ടും ജനിക്കുന്ന സത്യത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ആ മുറിയിൽ അവർ അന്നേവരെ വായിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥം പുതുതായി രൂപാന്തരപ്പെടുകയായിരുന്നു. ക്രിസ്തു ഉത്ഥിതനായത് അന്നേവരെ വിശ്വസിച്ച അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരെ യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് ഉത്ഥാന അനുഭവത്തിലൂടെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു. അവിടെ വിശുദ്ധ ഗ്രന്ഥം അനുഭവമായി, ഒരു പുതിയ അനുഭവമായി, നാളിന്നേവരെ വായിച്ചതിന് അപ്പുറമുള്ള ഒരു ദൈവ അനുഭവമായി അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും
പുനരാഖ്യാനിക്കപ്പെടുകയും രചിക്കപ്പെടുകയുമായിരുന്നു. പ്രിയരെ, ഈ ഉത്ഥാനത്തിൻ്റെ ദിവസങ്ങളിൽ ഉത്ഥിതനാഥനോട് ചേർന്നിരുന്നു കൊണ്ട് യഥാർത്ഥമായ ദൈവ സത്യത്തെ നമുക്ക് ബോധ്യപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.